അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നേതാക്കന്മാർ കൂട്ടത്തോടെ ഒഴിയുന്നു, അതുകൊണ്ട് ഈ 75 വയസ്സ് നിബന്ധന ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കേരള ഘടകം തന്നെ പ്രായപരിധി ഒഴിവാക്കണമെന്ന് ശക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏത് രീതിയിൽ താങ്കൾ അത് കാണുന്നു? ഈ പ്രായപരിധി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല. അത് ഏതോ ഘട്ടത്തിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എന്റെ അഭിപ്രായത്തിൽ അത് വളരെ അശാസ്ത്രീയമാണ്. പ്രായം 75 വയസ്സ് എന്ന് നിശ്ചയിച്ച് അതിനുശേഷം അവരുടെ കർമ്മശേഷി നഷ്ടപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു നിലപാട് ശരിയല്ല. വളരെ പ്രായമായ ശേഷം പലരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും നമുക്ക് കാണാം പല രംഗങ്ങളിൽ. അതുകൊണ്ട് ഈ വയസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ നിബന്ധന, പ്രായപരിധി, അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ പലയിടത്തും നമ്മളത് കാണാറുണ്ട്. ഇപ്പോൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ 80 വയസ്സ് കഴിഞ്ഞ കർദിനാൾമാർക്ക് വോട്ടവകാശമില്ല. അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർ അവർ 75 വയസ്സാകുമ്പോൾ അധികാരം ഒഴിയണം. അങ്ങനെ വ്യവസ്ഥകൾ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് 75 വയസ്സായാൽ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുപ്രവർത്തനം, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്. അത് അത്ര വിവേകപൂർവമായ ഒരു നിലപാടോ നടപടിയോ അല്ല. ഈ പ്രായപരിധി കർശനമാക്കുകയാണെങ്കിൽ 7ഓളം പേര് PBക്ക് പുറത്താകുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ള ഒരു ഇളവ് സ്വാഭാവികമായിട്ടും മറ്റു നേതാക്കന്മാർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായിരിക്കും മധുരയിൽ നിന്ന് ഉയരുന്ന ഈ ഒരു പൊതുവികാരം, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ 75 വയസ്സ് എന്നൊരു പരിധി പാർട്ടി നിശ്ചയിച്ചാൽ പിന്നെ അനിവാര്യത ആർക്കും കൽപ്പിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രിക്കാണെങ്കിൽ പോലും. അതിന്റെ ഒരു യുക്തി അതാണല്ലോ. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിണറായി വിജയന് റിട്ടയർ ചെയ്തു പോകുന്നതിനുള്ള സമയമായിട്ടില്ല. അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ പാർട്ടിക്ക് അത് അത്ര അനുഗുണമായ കാര്യമല്ല. അപ്പൊ അവിടെ ഈ ഇളവുകൾ ചെയ്യുന്നതിന് പകരം ഈ നിബന്ധനയിൽ അതൊരു യുക്തിസഹമാക്കുക. 75 വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി ആളുകളെ പുറത്താക്കുന്നതിന് പകരം ആളുടെ ആരോഗ്യസ്ഥിതി, മറ്റു കാരണങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള യുക്തിസഹമായ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയണം. ആ ഒരു നിർദ്ദേശത്തിലേക്കാണ് മധുര കടക്കുന്നതെങ്കിൽ അത് സംസ്ഥാനത്തും സ്വാഭാവികമായിട്ട് ആ ഒരു കീഴ്വഴക്കത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും. കേരളത്തിൽ തീരുമാനം എന്താണെങ്കിലും അത് കേരളത്തിനും കൂടി ബാധകമായിരിക്കുമല്ലോ. നമുക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി 5 വർഷം ഭരിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ വയസ്സ് അതൊന്നും അല്ല പ്രശ്നം. ഒരാൾ അനിവാര്യനാണ് എന്ന് തോന്നിയാൽ ആ അനിവാര്യതയെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അയാൾക്ക് അവസരം നൽകുക. അതിന് പകരം യാന്ത്രികമായ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ആനുകൂല്യങ്ങളൊന്നുമില്ല. ആ കൃത്യ ദിവസം റിട്ടയർ ചെയ്യണം എന്നതുപോലെയുള്ള ഒരു റിട്ടയർമെന്റ് അല്ല പാർട്ടി സംഘടനയിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകേണ്ടത്. വളരെ നന്ദി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് പ്രതികരിച്ചത്.